നാൽപ്പത്തിനാലാം ഷാർജ അന്താരാഷ്ട്ര പുസ്തക വേദിയിൽ നിന്നും പീസ് റേഡിയോ പോഡ്കാസ്റ്റിലാണ് നമ്മൾ ഇപ്പോൾ പങ്കുചേരുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പേര് നിവേദ്യ. നിവേദ്യ. നിവേദ്യ ഏത് സ്കൂളിൽ പഠിക്കുന്നു? SIS ഷാർജ ഇന്ത്യൻ സ്കൂൾ. ഏത് ക്ലാസ്സിലാണ്? ഗ്രേഡ് 8. നാട്ടിൽ എവിടെയാണ് സ്ഥലം? പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ഓക്കെ. ഇവിടെ താമസം എവിടെയാണ്? ഷാർജയാണോ ദുബായ് ആണോ? ഷാർജ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. എന്താകാനാണ് ആഗ്രഹം? ബിസിനസ് ആണ് ആഗ്രഹം. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബിസിനസ് ആണോ? ഫാദർ മദർ എല്ലാം ബിസിനസ് ആണ്. ഓക്കെ. ഫാദർ ബിസിനസ്. ഓക്കെ. ആദ്യമായിട്ടാണോ ബുക്കുകളിൽ വരുന്നത്? മുൻപ് വന്നിട്ടുണ്ട്. ബുക്കുകളിൽ വല്ലതും വാങ്ങിച്ചോ? ഏത് ടൈപ്പ് ബുക്സ് വായിക്കാനാണ് ഇഷ്ടം? കോമിക്സ് ആണ് ഇഷ്ടം. ഓക്കെ. പിന്നെ പീസ് റേഡിയോ ഒന്ന് കേട്ടിട്ടുണ്ടോ? പീസ് റേഡിയോ ഒരു 24 hours റൺ ചെയ്യുന്ന ഓൺലൈൻ മലയാളം റേഡിയോ ആണ്. ഇന്ന് തന്നെ വീട്ടിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. അതില് ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഉണ്ട്, അതെല്ലാം കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് വേഗം തന്നെ അവസാനിപ്പിക്കാം. ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബുക്ക് ഫെയറിൽ മുൻപും വന്നിട്ടുണ്ടല്ലോ അല്ലെ? എത്ര വർഷമായി ബുക്ക് ഫെയർ നടക്കുന്നു എന്നറിയാമോ? അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പോഴാണ് നടന്നത് അറിയില്ല. എത്ര വർഷമായെന്ന് അറിയില്ല. ഇവിടെ വന്ന വഴിക്ക് എവിടെയെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ഒരു നമ്പർ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ കണ്ടായിട്ട് ഓർക്കുന്നില്ല. ഓക്കെ. 44th ഇയർ ആണ്. ഫസ്റ്റ് ടൈം ഇത് സംഘടിപ്പിക്കപ്പെട്ടത് 1982-ലാണ്. ആരാണ് ഈ ഒരു ഇവന്റിന്റെ ഓർഗനൈസർ എന്നറിയാമോ? ഗവൺമെന്റ് ആണ്, കറക്റ്റ് ആണ്. ബട്ട് ഐ ആം ലുക്കിംഗ് ഫോർ എ സ്പെസിഫിക് പേഴ്സൺസ് നെയിം. റൂളർ ഓഫ് ഷാർജ ഷെയ്ഖ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി. Ruler of Sharjah. He holds a record for having one of the largest collection of books in the world. ഇപ്പൊ ഇത് 44th എഡിഷൻ ആണ്. 45th എഡിഷന്റെ വീണ്ടും വരിക, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ പോഡ്കാസ്റ്റ് നമ്മോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത് റിസ ഫാത്തിമ. റിസ എവിടെയാണ് നാട്ടിൽ? തിരുവനന്തപുരം. ഇതിന് മുൻപ് സംസാരിച്ച നിവേദ്യ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അതോ വൺ ഓഫ് ദ ഫ്രണ്ട്സ്? ബെസ്റ്റ് ഫ്രണ്ട് ആണ്. നിങ്ങൾ ഒരേ ക്ലാസ്സിലാണോ? അല്ല, വേറെ ക്ലാസ്സിലാണ്. പിന്നെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്? അടുത്ത നെയ്ബേഴ്സ് ആണോ? ഇവിടെ നെയ്ബേഴ്സ് അല്ല. നാട്ടിലും അല്ല. രണ്ടുപേരും ട്രിവാൻഡ്രത്താണ്, പക്ഷെ നെയ്ബേഴ്സ് അല്ല. സെയിം ക്ലാസ്സിലും അല്ല. സെയിം ബസ്സിലാണോ പോയി വരുന്നത്? അല്ല. പക്ഷെ ദൈവത്തിന്റെ തീരുമാനം, ദൈവനിയോഗം നിങ്ങൾ രണ്ടുപേരും കണ്ടുപിടിച്ചുണ്ടായി. പീസ് റേഡിയോയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് തന്നെ ഇവിടെ ഒരു പാംഫ്ലെറ്റ് ലഭിക്കും. അതിലൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ വീട്ടിൽ പോയി ഗൂഗിൾ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറോ വഴി പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യണം. വീട്ടിലെല്ലാവരോടും കേൾക്കാൻ പറയണം. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒട്ടനവധി വിവരങ്ങൾ നമുക്ക് അതിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. മറ്റനേകം പ്രോഗ്രാംസ് നടക്കുന്ന ഒരു സംവിധാനമാണ് പീസ് റേഡിയോ. ബുക്ക് ഫെയറിൽ ആദ്യമായിട്ടാണോ മുൻപ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എത്രാമത്തെ വർഷമാണ് നടക്കുന്നതെന്ന് ചോദിച്ചിരുന്നു, ഫ്രണ്ടിനോട് ചോദിച്ചിരുന്നു. 44. പിന്നെ നാടാണോ ഇഷ്ടം, ഇവിടെയാണോ ഇഷ്ടം? ഇവിടെയാണ് ഇഷ്ടം. എന്താകാനാണ് ആഗ്രഹം ഭാവി? ടീച്ചറാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രൊഫഷനോട് താല്പര്യം തോന്നാൻ കാരണം? സയൻസ് ഇഷ്ടമാണ്. സയൻസ് ടീച്ചർ ആകാനാണ് ആഗ്രഹം. സയൻസ് ആണോ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്? പിന്നെ എന്താണ് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഷോർട്ട് സ്റ്റോറി, പോയംസ്, അങ്ങനത്തെ കഴിവുകളൊന്നും താല്പര്യമില്ല. ലിറ്ററേച്ചറോട് താല്പര്യമില്ല, ഒൺലി സയൻസ്. ഓക്കെ. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. നൊബേൽ പ്രൈസ് എന്ന് കേട്ടിട്ടുണ്ടോ?
നോബൽ പ്രൈസ് കേട്ടിട്ടില്ല. ഒരു പൊതുവെ സയന്റിസ്റ്റിനെല്ലാം കിട്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ റെക്കഗ്നിഷനാണ് നൊബേൽ പ്രൈസ്. അതിനെപ്പറ്റി കേട്ടിട്ടില്ല. സോറി, മറ്റൊരു ചോദ്യം ചോദിക്കാം. സയൻസിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? ഏത് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്? ഫിസിക്സ് എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, എന്നാ പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിച്ചോളൂ. Peace Radio. Tune to reality. വിനീഗറിനകത്തുള്ള ആസിഡാ? സോറി, അറിയില്ല. അസിറ്റിക് ആസിഡ്. അസിറ്റിക് ആസിഡ്. ഓക്കെ. ഞാനിന്ന് പീസ് റേഡിയോ പോഡ്കാസ്റ്റിൽ ആദ്യമായി ആങ്കർ ആയിട്ടുള്ള എനിക്ക് ഒരു വിവരം നൽകിയിരിക്കുകയാണ് റസ ഫാത്തിമ. റസ ഫാത്തിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചുരുവറാകട്ടെ. ഖുർആൻ പഠിക്കുന്നുണ്ടോ? എത്ര സുഹൃത്തുക്കൾ അറിയാം? അറിയില്ല. ഖുർആൻ മൊത്തം എത്ര സുഹൃത്തുണ്ട്? 140. കറക്റ്റ്. ഇൻഷാല്ലാ ഖുർആൻ പഠിക്കാനും ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. along with becoming a teacher is also an important thing. Inshallah, may Allah bless you. Inshallah അടുത്ത വർഷം നമുക്ക് വീണ്ടും ദൈവത്തെ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും. Peace Radio. Tune to reality. അൻഹ നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. ഇവിടെ ഏത് സ്കൂളിൽ പഠിക്കുന്നു? നിംസ്. ഷാർജയാണോ ദുബൈയാണോ? ഷാർജ. താമസിക്കുന്നത് ഷാർജയിലാണോ ദുബൈയിലാണോ? അജ്മാനാണ് താമസം. അജ്മാനാണ് ഇഷ്ടം കോഴിക്കോടാണ് ഇഷ്ടം? അജ്മാനാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ്? പാർക്കിൽ പോയി കളിക്കാറുണ്ടോ? ഏത് ക്ലാസ്സിലാണ്? 1B. പിന്നെ പീസ് റേഡിയോ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് തന്നെ പോയി പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. വീട്ടിലെല്ലാവരോടും പറയണം. പീസ് റേഡിയോ 24 hours റൺ ചെയ്യുന്ന ഒരു റേഡിയോ നെറ്റ്വർക്കാണ്. അപ്പൊ ഇന്ന് തന്നെ വീട്ടിൽ പോയി എല്ലാവരോടും പറയണം പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യാനും അത് സ്ഥിരമായി കേൾക്കാനും എല്ലാവരോടും പറയണം. ഓക്കെ. പിന്നെ എന്താണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്? പാട്ടാണ്. ഏത് പാട്ടാണ്? ഏത്? ഗസലിനെ പറ്റിയുള്ള പാട്ടാണ്. ഓക്കെ, പാടിക്കും. ചോറ് കണ്ടോ ഞാനും നേരിട്ടൊരു കണ്ണീർ കാവ്യം പിഞ്ചോര മക്കളെ ചോരക്കായി ദാഹിച്ചലിയുന്ന ചങ്ങായി കൂട്ടം മികച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ ഫാരിസി തടവഴി ഇടിയുമായി നിൽപ്പൂവേ ഇന്ന് തീരൽ ഈ കണ്ണുനീരിൽ. മനോഹരമായി ഗസയെ പറ്റിയുള്ള ഒരു പാട്ട് പാടിയിരിക്കുകയാണ്. ഖുർആൻ പഠിക്കുന്നുണ്ടോ? എത്ര സുഹൃത്തറിയാം? ഒന്നറിയാം. ഏതാണ്? ഫാത്തിഹ. ഓക്കെ. ചില മറ്റു സുഹൃത്തുക്കളും പഠിക്കണം ഖുർആൻ. ഓക്കെ. നിംസ് ഷാർജയിലല്ലേ? സ്കൂളിൽ ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? ടീച്ചർ പഠിപ്പിക്കും. അത് കൃത്യമായി കറക്റ്റായിട്ട് കേട്ടിട്ട് പഠിക്കണം. ഇൻഷാല്ലാ. നമുക്ക് ഈ ബുക്ക് ഫെയറിനെ പറ്റി എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കട്ടെ. ബുക്ക് ഫെയറിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അത് ഒരു ദിവസം തന്നെയാണ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ബുക്ക് ഫെയർ എത്ര വർഷമായി ഇവിടെ നടക്കുന്നു എന്നറിയാമോ? അറിയില്ല. 44 ഇയേഴ്സ് ആയിട്ട് ഈ ബുക്ക് ഫെയർ ഇവിടെ നടക്കുന്നത്. ഈ ബുക്ക് ഫെയർ സംഘടിപ്പിക്കുന്നത് ഷാർജ റൂളറാണ്. ഷാർജ റൂളറായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും. Peace Radio. Tune to reality. അസ്സലാമു അലൈക്കും. എന്താണ് പേര്? ഐഷയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഐഷ മാത്രമേ ഉള്ളൂ? ഇക്കാക്ക ഇല്ല? ഇക്കാക്കമാരില്ല? എന്താണ് ഇക്കാക്കയുടെ പേരെന്താണ്? അബ്ബ. പിന്നെ അബ്ബ ഉമ്മി ആരില്ലല്ലോ. ഇക്കാക്കനെ പറ്റില്ല ചോദിച്ചത്. അബ്ബ ഉമ്മി മാത്രമേ ഉള്ളൂ? വേറെ ആരൊക്കെ ഉണ്ട്?
അഹ്മദ് അല്ലേ? അഹ്മദ് പിന്നെ അബ്ദു അഹ്മദ് ഉണ്ട് അല്ലേ? അബ്ദു അഹ്മദൊക്കെ ആയിട്ട് തല്ലുകൂടാറുണ്ടോ വീട്ടിൽ? ആണോ? ആരാണ് നല്ല കുട്ടിയാരാണ്? അബ്ദു ആണോ അഹ്മദാണോ ഐഷയാണോ? ഐഷയാണ് കുട്ടികൾ അല്ലേ? ഐഷ പീസ് റേഡിയോ കേട്ടിട്ടുണ്ടോ? പീസ് റേഡിയോ വീട്ടിൽ കേൾക്കാറുണ്ടോ? എല്ലാരും കേൾക്കാറുണ്ടോ? അമ്മയും അമ്മയും എല്ലാരും കേൾക്കാറുണ്ടോ? ഇഷ്ടമാണോ പീസ് റേഡിയോ? പാട്ടെല്ലാം കേൾക്കാറുണ്ടോ? ഒരു പാട്ട് പാടാൻ പറ്റുമോ? അക്ഷയ ബിസ്മില്ല പാടി കൊടുക്കാം. ബിസ്മില്ല പാടി കൊടുക്കാം. മനോഹരമായി ജോണി ജോണി പാട്ട് പാടിയിരിക്കട്ടെ. പിന്നെ വേറെന്തൊക്കെയാണ് ഇഷ്ടം? വീട്ടിൽ വേറെന്തൊക്കെ ചെയ്യാറുണ്ട്? അബ്ബാടെ പേരെന്താണ്? അബ്ബാടെ പേരെന്താണ്? അബ്ബാടെ പേര് ഖുർആൻ അറിയാമോ? അറിയില്ല? പഠിച്ചു തുടങ്ങിയിട്ടില്ല? ഇല്ല. ഏത് സൂറത്തറിയാം? എത്ര സൂറത്തറിയാം? അറിയാമോ? അറിയില്ല. ബിസ്മില്ല അറിയാമോ? ബിസ്മില്ല അറിയില്ല. പഠിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം വരുമ്പം ഇത് പഠിച്ചിട്ട് ഓതണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. Peace Radio. Tune to reality.